Hello, in this section we are discussing about the environmental impacts of tourism. Environmental impacts of tourism. ടൂറിസത്തിലെ environmental impact ഉണ്ടാകുന്നത് മൂന്ന് തരത്തിലാണ്. First one is depletion of natural resources, second is the pollution, and third is the physical impacts. Depletion of natural resources. ഒരു സ്ഥലത്തിലെ നാച്ചുറൽ റിസോഴ്സസിന് ഒരു ടൂറിസം ഡെവലപ്മെന്റ് കാരണം ഡിപ്ലീഷൻ സംഭവിക്കുന്നു. കാരണം ആ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കൂടുതലായിട്ട് മറ്റുള്ളവർ വന്നത് കൺസ്യൂം ചെയ്യുന്നത് വഴി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിന് ഒരു ഡിപ്ലീഷനാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും മൂന്ന് റിസോഴ്സിനെയാണ് അത് ബാധിക്കുന്നത്. വാട്ടർ റിസോഴ്സിനെ ബാധിക്കാറുണ്ട്, ലോക്കൽ റിസോഴ്സിനെ ബാധിക്കാറുണ്ട്, ലാൻഡിനെ ബാധിക്കാറുണ്ട്. അത് ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാവാറുണ്ട്. വാട്ടർ റിസോഴ്സ്. ടൂറിസം ഇൻഡസ്ട്രി കാരണം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് നേരിടുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഹോട്ടൽസിലും റിസോർട്ട്സിലും സ്വിമ്മിംഗ് പൂൾസിലും ഗോൾഫ് കോഴ്സിലും ടൂറിസ്റ്റിന്റെ പേഴ്സണൽ യൂസസിനും വേണ്ടിയിട്ട് ഒത്തിരി വാട്ടർ ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വാട്ടർ സപ്ലൈസിന്റെ ഡീഗ്രഡേഷനും വാട്ടർ ഷോർട്ടേജിനും ഒക്കെ കാരണമാവുന്നുണ്ട്. ഒത്തിരി വേസ്റ്റ് വാട്ടറും ജനറേറ്റ് ആവുന്നുണ്ട്. ഈ ഡ്രയർ റീജിയൻസിലായ മെഡിറ്ററേനിയൻ റീജിയൻസിലൊക്കെ എത്തുകയാണെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേക ഇഷ്യൂ കൂടിയാണ്. പക്ഷേ ടൂറിസ്റ്റ് ഉള്ള സമയത്ത് അവർ യൂഷ്വലി കൂടുതലായിട്ട് വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ടെൻഡൻസി കാണിക്കാറുണ്ട്. ഒരു ഡേ 440 ലിറ്റേഴ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ടൂറിസ്റ്റും ഉണ്ട്. അപ്പോൾ അത്രയും കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ടർ സ്കേഴ്സിറ്റി ഈ പ്രദേശങ്ങളൊക്കെ വളരെയധികം രൂക്ഷമാണ്. ഇനി ചില ടൂറിസ്റ്റ് സ്പോട്സിൽ ഗോൾഫ് കോഴ്സസ് അല്ലെങ്കിൽ ചില റിസോർട്ട്സിൽ ഗോൾഫ് കോഴ്സസ് കാണാം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി വാട്ടർ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഇതും വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമാവും. ചില സ്ഥലത്ത് ഓവർ പമ്പിങ് കാരണം സ്ഥലം ഇൻട്രൂഷൻ വരെ ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാവാറുണ്ട്. ദെൻ ലോക്കൽ റിസോഴ്സ്. ഒരു സ്ഥലത്തെ ടൂറിസം എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ലോക്കൽ റിസോഴ്സസ് ആയ എനർജിയെയും ഫുഡിനെയും റോ മെറ്റീരിയൽസിനെയൊക്കെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ അധികം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആ റിസോഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഗ്രേറ്റർ ആയിട്ട് നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴി കൂടുതലായിട്ട് അവിടുത്തെ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യുന്ന ടെൻഡൻസിയാണ് കാണുന്നത്. ഇനി സീസണൽ ടൈമൊക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നത് കാരണം ഫോർ എക്സാമ്പിൾ ഒരു 10 ടൈംസ് തന്നെ കൂടുതൽ ആളുകൾ അവിടെ എത്താറുണ്ട്. ഹൈ ഡിമാൻഡ് കാരണം കൂടുതൽ റിസോഴ്സസ് ഷോർട്ടേജ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. ലാൻഡ് ഡിഗ്രഡേഷൻ. ഇവിടെ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് ലാൻഡ് റിസോഴ്സിന്റെ ഡിഗ്രഡേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ വരുന്ന മിനറൽസ്, ഫോസിൽ ഫ്യൂൽസ്, ഫെർട്ടൈൽ സോയിൽ, ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ്സ്, വൈൽഡ് ലൈഫ് തുടങ്ങിയവയാണ്. ഒരു ടൂറിസ്റ്റ് സൈറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒത്തിരി കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസ് ഒരു സ്ഥലത്ത് നടത്താറുണ്ട്. റിക്രിയേഷണൽ ഫെസിലിറ്റീസ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് വഴി ലോക്കൽ ആയിട്ടുള്ള റിസോഴ്സിനും അവിടുത്തെ സീനിക് ലാൻഡ്സ്കേപ്പിനും ഒരു പ്രഷർ ഉണ്ടാവാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചറോ അക്കോമഡേഷനോ ബിൽഡിംഗ് മെറ്റീരിയൽസോ റോഡോ ഒക്കെ വരുന്നത് വഴി അവിടുത്തെ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് ഒരു ഡയറക്റ്റ് ആയിട്ടൊരു കുറവ് സംഭവിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും, അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്യുന്നത് വഴി ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ ഹാബിറ്റാറ്റും എക്കോസിസ്റ്റം ഒക്കെ അവിടെ തന്നെ മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നേപ്പാൾ അവിടുത്തെ ട്രെക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഫ്യൂവൽ കളക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ലാൻഡ് ക്ലിയറിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ലാൻഡിനെ ഡിഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. ദെൻ പൊല്യൂഷൻ. ടൂറിസം കൊണ്ടുണ്ടാകുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് ആൻഡ് ലിറ്ററിംഗ്, സീവേജ് ആൻഡ് ഈസ്തറ്റിക് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ പ്രധാനമായിട്ടും വരുന്നത് ടൂറിസ്റ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് നിന്നാണ്. പ്രധാനമായും കാർ, ബസ്സസ്, എയറോപ്ലെയിൻസിൽ നിന്നാണ്. ഒപ്പം തന്നെ റിക്രിയേഷണൽ വെഹിക്കിൾസ് ആയ ജെറ്റ്സ്കീസിൽ നിന്നും മൊബൈൽസിൽ നിന്നും ഒക്കെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒപ്പം തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് ഒക്കെ സന്ദർശിക്കുന്നത് വഴി അവിടുത്തെ ഒരു വൈൽഡ് ലൈഫിന് ഒരു ഡിസ്ട്രസ് ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന നോയിസസ് ഒക്കെ തന്നെ ആനിമൽസിൻ്റെ ഒരു നാച്ചുറൽ ആക്ടിവിറ്റി പാറ്റേൺസിനെ മാറ്റാൻ സാധ്യതയുണ്ട്. എയർ പൊല്യൂഷൻ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ട്രാവലിന് യൂസ് ചെയ്യുന്ന എയ്റോപ്ലെയിൻസും ബസ്സസും കാർസും റെയിലും ഒക്കെ വഴിയാണ്.
ഇപ്പോൾ എയർ ട്രാൻസ്പോർട്ട് വളരെയധികം ഡെവലപ്പ് ചെയ്തത് കാരണം 60% ഓഫ് ഇൻ്റർനാഷണൽ ട്രാവൽ വരുന്നത് എയറോപ്ലെയിൻസിൽ കൂടെയാണ്. അതുതന്നെ എയറോപ്ലെയിൻസ് ഏറ്റവും കൂടുതലായിട്ട് എയർ എമിഷൻസ് നടത്തുന്നുണ്ട്. ഒരു സ്റ്റഡി പറയുന്നതനുസരിച്ച് ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് റിട്ടേൺ ഫ്ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ലൈറ്റിങ്ങും ഹീറ്റിങ്ങും കാർ യൂസേഴ്സും അല്ലെങ്കിൽ മറ്റു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ പകുതി അളവാണ്. അത് ജസ്റ്റ് ഓൺ എ സിംഗിൾ ഫ്ലൈറ്റ്. അതുപോലെ എത്രയോ ഫ്ലൈറ്റ്സ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും എയർ പൊള്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ കാരണമാണ് പിന്നീട് ആസിഡ് റെയിൻസും മറ്റ് ഗ്ലോബൽ വാർമിങ്ങും ഫോട്ടോകെമിക്കൽ പൊല്യൂഷൻസും ഒക്കെ ഉണ്ടാവുന്നത്. അത്തരത്തിൽ ടൂറിസം എന്ന് പറയുന്നത് എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ടൂറിസത്തിൻ്റെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സോളിഡ് വേസ്റ്റ് ആൻഡ് ലിറ്ററിങ് എന്ന് പറയുന്നത്. എല്ലാ നാച്ചുറൽ അട്രാക്ഷൻസിലും അല്ലെങ്കിൽ എല്ലാ കൾച്ചറൽ അട്രാക്ഷൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാച്ചുറൽ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള റിവേഴ്സിലും സീനിക് ഏരിയാസിലും റോഡ് സൈഡ്സിലൊക്കെ സോളിഡ് വേസ്റ്റ് ഡംപ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കരീബിയയിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ ക്രൂസ് ഷിപ്പിൽ നിന്ന് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് 7000 ടണ്ണാണ്. ഇപ്പം നമ്മുടെ നാട് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബീച്ചസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സോളിഡ് വേസ്റ്റ് കാണാൻ സാധിക്കും. മൗണ്ടൻ ഏരിയാസിൽ ട്രെക്കിംഗ് ടൂറിസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒത്തിരി വേസ്റ്റസ് കാണാൻ സാധിക്കും. ഓക്സിജൻ സിലിണ്ടേഴ്സും മറ്റ് ഗാർബേജസും ഒക്കെ. ഇതൊക്കെ തന്നെ ചില സമയത്ത് മറൈൻ ആനിമൽസും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ആനിമൽസും ഒക്കെ കൺസ്യൂം ചെയ്ത് അവരുടെ മരണത്തിനും കാരണമാവാറുണ്ട്. അപ്പോൾ ഒത്തിരി ടൈപ്പ് സോളിഡ് വേസ്റ്റ് ഒരു ടൂറിസം കാരണം ജനറേറ്റ് ആവുന്നുണ്ട്. സീവേജ് റിവേഴ്സിൻ്റെ അതുപോലെ ബാക്ക് വാട്ടേഴ്സിൻ്റെ സൈഡിലൊക്കെ സ്ഥിതി ചെയ്യുന്ന റിസോർട്സും ഹോട്ടൽസും അല്ലെങ്കിൽ മറ്റു റിക്രിയേഷണൽ ഫെസിലിറ്റീസും ഒക്കെ ഒത്തിരി സീവേജ് പൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഈ സീവേജ് ചെന്ന് ചേരുന്നത് കാരണം ആ വാട്ടർ ബോഡിയിലെ ഫ്ലോറയും ഫോണയും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തിലുള്ള ഫ്ലോറയും ഫോണയും അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇനി സീയിൽ ഇത്തരത്തിലുള്ള സീവേജസ് ചെന്ന് ചേരുന്നത് കാരണം കോറൽ റീഫ്സിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കാറുണ്ട്. കോറൽ റീഫ്സിൻ്റെ ഡാമേജിന് അത് കാരണമാവാറുണ്ട്. ഇനി ഒത്തിരി സീവേജ് എത്തിച്ചേരുന്നത് കാരണം വാട്ടർ ബോഡീസിൽ ആൽഗെ ഗ്രോത്ത് വളരെയധികം കൂടാറുണ്ട്. ചിലയിടത്ത് സലൈനിറ്റി ചേഞ്ച് ചെയ്യാറുണ്ട്, ചിലയിടത്ത് സിൽറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സീവേജ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമനും അതുപോലെ തന്നെ ആനിമൽസിനും വളരെ ത്രെറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈസ്തറ്റിക് പൊല്യൂഷൻ. ഒരു സ്ഥലത്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചുറൽ ഫീച്ചേഴ്സുമായിട്ടും അല്ലെങ്കിൽ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് എൻവയോൺമെൻറ്റുമായിട്ടും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചേഴ്സും ഇൻഫ്രാസ്ട്രക്ചർ ഫീച്ചേഴ്സും ആയിരിക്കും. അവിടുത്തെ ഇൻഡിജിനസ് ആർക്കിടെക്ചറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ എൻവയോൺമെൻറ്റിന് ഹാർഷാവുന്ന രീതിയിലുള്ള ഡോമിനേറ്റിംഗ് റിസോഴ്സസ് ഒക്കെ ചിലർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈനുമായിട്ട് അതൊരു ക്ലാഷ് ഉണ്ടാക്കാറുണ്ട്. ചില റിസോർട്ട്സും ചില ഹോട്ടൽസും എന്ന് പറയുന്നത് കോസ്റ്റ് ലൈനും അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സും ഒക്കെ കയ്യേറിയായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലത് വാലീസോ മൗണ്ടൻ ക്ലിഫ്സോ ഹിൽസോ അല്ലെങ്കിൽ സീനിക് റൂട്ട്സോ ഒക്കെ അവർ ഡോമിനേറ്റ് ചെയ്യാറുണ്ട്. അത് അവരുടെ റോഡ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ എംപ്ലോയി ഹൗസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, പാർക്കിങ്ങിന് വേണ്ടിയിരിക്കാം, സർവീസ് ഏരിയാസിന് വേണ്ടിയായിരിക്കാം, വേസ്റ്റ് ഡിസ്പോസൽസിന് വേണ്ടിയായിരിക്കാം. അത്തരത്തിൽ കയ്യേറി ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ഈസ്തറ്റിക് പൊല്യൂഷന് കാരണമാകുന്നു. ഫിസിക്കൽ ഇമ്പാക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തെ നാച്ചുറൽ റിസോഴ്സസിനെ അത് ദോഷകരമായി ബാധിക്കുകയും അവിടുത്തെ എക്കോസിസ്റ്റം ഡിഗ്രേഡ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബീച്ചസ്, ലേക്സ്, റിവർ സൈഡ്സ്, ക്ലിഫ്സ്, മൗണ്ടൻ ടോപ്സിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഡിഗ്രേഡേഷൻ കാണാൻ സാധിക്കും. അത് ഫസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അക്കോമഡേഷനും വാട്ടർ സപ്ലൈസിനും റെസ്റ്റോറൻറ്റിനും റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഒക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സാൻഡ് മൈനിങ്ങിന് ചിലപ്പോൾ കാരണമാകാറുണ്ട്, ഡ്യൂൺ അല്ലെങ്കിൽ ബീച്ച് ഇറോഷന് കാരണമാകാറുണ്ട്, സോയിൽ ഇറോഷന് കാരണമാകാറുണ്ട്. ഇനി റോഡ് അല്ലെങ്കിൽ എയർപോർട്ട് കൺസ്ട്രക്ഷനൊക്കെ ലാൻഡ് ഡിഗ്രഡേഷനും ലോസ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സിനും അല്ലെങ്കിൽ അവിടുത്തെ സീനറിക്ക് ഡിറ്റീരിയോറേഷൻ ഉണ്ടാക്കാനൊക്കെ കാരണമാകാറുണ്ട്. രണ്ടാമത്തത് ടൂറിസം ഡെവലപ്മെൻറ്റ് കാരണം ഡിഫോറസ്റ്റേഷൻ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിഫൈഡ് ആയിട്ട് ഒരു ലാൻഡ് അൺയൂസ്ഡ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ടൂറിസ്റ്റ് ആക്ടിവിറ്റി കാരണം അവിടുത്തെ എക്കോസിസ്റ്റം തന്നെ ടോട്ടലായിട്ട് മാറിപ്പോവാറുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ്